ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് നടന്ന വണ്ടിയാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പ്ലഗ് ഓയിൽ കയറി കത്തണുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലഗ് ഷോർട്ടായി പോയതാണ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാനുള്ളൊരു കാരണം കേട്ടോ. അപ്പം നിലവിൽ ഓയിൽ ലെവൽ പൊടിക്ക് ഒരല്പം ലെവൽ കുറവ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഓയിൽ കയറി കത്തി പുകയായിട്ട് സൈലൻസറിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്ലഗ് നിൽക്കാത്തതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ കൂടി വീണ്ടും ഇതേപോലെ തന്നെ സംഭവിക്കും. കാരണം ഞാൻ ഓയിൽ കയറി കത്തും, വീണ്ടും പ്ലഗ് ഷോർട്ടായി പോകും കേട്ടോ. പിന്നെ അതേപോലെ അതിൻ്റെ ഇതും ഇരിക്കുന്ന ബാറ്ററി നമുക്ക് പുതിയ ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് കോയിൽ, അതായത് സ്റ്റാർട്ടർ കോയിലിൽ നിന്ന് കറക്റ്റായിട്ട് സ്റ്റാർട്ടർ കോയിലിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് കൃത്യമായിട്ട് ബാറ്ററിയിലേക്ക് ചാർജ് കയറാത്തൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിന് തീരെ വെട്ടക്കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ കോയിൽ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ വന്ന കോയിൽ, ഇതിൻ്റെ ഉള്ളിലാണ് അത് വരാം. അപ്പോൾ അതഴിച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം നമുക്ക് 900 രൂപ 950 രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരും സംഭവം. അതിൻ്റെ താഴെ ഉണ്ട് സംഭവത്തിന്. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് നമ്മൾ മാറ്റി പുതിയ ബൾബ് ഇട്ടാണ്. അപ്പോൾ ഈ ബൾബാണ് കിടന്നിരുന്നത്. അത് മാറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതുമ്മ കിടക്കണത് 45/40-ൻ്റെയാണ്. 45/40 കിടക്കണ ബൾബ്. പക്ഷേ നമുക്ക് 35/35 നമുക്ക് അതിന് ഉപയോഗിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ അത് വോൾട്ട് കൂടുതലെടുക്കുമ്പോൾ ഓൾറെഡി അത് എപ്പോഴും അങ്ങനെ കാണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കോയിൽ ഓവർലോഡ് വരും. അങ്ങനെയും കോയിൽ ചൂടായി കഴിഞ്ഞാൽ കോയിൽ പോകും. അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ കോയിൽ പോകാനുണ്ടായ കാരണം കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പോൾ കോയിൽ മാറ്റി ലൈറ്റിൻ്റെ ദിവസമൊക്കെ റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിക്കട ഈ ബൾബും കൂടി മാറ്റിയിട്ടുണ്ട്. അതല്ലെങ്കിൽ സെയിം ആ ഒരു കാരണം കൊണ്ടാണ് ഇത് വന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോയിൽ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോകും. കാരണം ഞാൻ ഈ ബൾബ് നല്ല വോൾട്ട് വലിക്കുന്നുണ്ട്. അതാണ് മാറ്റാനുണ്ടായ കാരണം കേട്ടോ. ബൾബ് തെളിയായിക്കൊന്നല്ല, തെളിയണമൊക്കെ ഉണ്ട്, പക്ഷേ പ്രോബ്ലം ഇതാണ്. അപ്പോൾ അതും കൂടി മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാറ്ററി അഴിച്ച് ചാർജ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ കോയിൽ മാറ്റാനായിട്ട് അഴിക്കുമ്പോൾ ഈ സൈഡിൽ ഇതിൻ്റെ സെൻറ്ററിൽ പറഞ്ഞ ഗ്യാസ്കറ്റ് നമുക്ക് മാറ്റി പുതിയ തരണം. അപ്പോൾ ആ ഗ്യാസ്കറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ അയക്കണ എസ്റ്റിമേറ്റ് എമൗണ്ട് നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് പറയാം. ബാറ്ററി ചാർജിലേക്ക് ഇട്ടേക്കാണ്. ഫുൾ ചാർജ് ചെയ്തതിന് ശേഷമാണ് വണ്ടിയിലേക്ക് കയറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വണ്ടി ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. നോക്കിയാലേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ.